ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം കെ.പി.സി.സിയും ഡി.സി.സികളും പുനഃസംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം വിലയിരുത്തിയാകും പുനഃസംഘടന. ബ്ലോക്ക് കമ്മിറ്റികളിൽ നിലവിലെ നേതൃത്വം തുടരും. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ തുടരുന്നതിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിടും. എ.വി. ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം പുനഃസംഘടന നടത്താനാണ് നിലവിൽ കെ.പി.സി.സി തലത്തിലുള്ള ആലോചന. കെ.പി.സി.സി കമ്മിറ്റികളും ഒപ്പം തന്നെ ഡി.സി.സി കമ്മിറ്റികളും പൂർണ്ണമായ രീതിയിൽ പുനഃസംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രവർത്തനം ഉൾപ്പെടെ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇവരെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യം പ്രത്യേകം പരിശോധിച്ചുകൊണ്ടായിരിക്കും പുതിയ നിയമന കാര്യങ്ങളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകാനും ആലോചിക്കുന്നുണ്ട്. കാരണം പല പുനഃസംഘടനകളിലും യുവാക്കളും ഒപ്പം പുതിയ ആളുകൾക്കും വലിയ അവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. ഈ പരാതി പരിഹരിക്കാൻ ഇത്തരം അവസരങ്ങൾ നൽകും. പിന്നെ നിലവിലെ ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കില്ല. തൽക്കാലം പഴയ സ്ഥിതി തുടരാനാണ് തീരുമാനം. കെ. സുധാകരൻ തുടരുന്ന കാര്യം ഹൈക്കമാൻഡിന് വിടും. എന്തായാലും സുധാകരന്റെ രണ്ടാം വരവിന് പിന്നാലെ കെ.പി.സി.സിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പുനഃസംഘടന നടക്കുന്നില്ലെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടനയിലേക്ക് കടക്കാൻ നിലവിൽ നേതൃത്വത്തിൽ ധാരണയായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമേ ഉണ്ടാകും. എന്തായാലും ഗ്രൂപ്പുകൾക്കുൾപ്പെടെ അവരുടെ താല്പര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിർണായകമാണ്. എന്തായാലും ഫലം വന്നതിന് ശേഷം കോൺഗ്രസ് കേരളത്തിലെ കെ.പി.സി.സി മറ്റൊരു പുനഃസംഘടനയിലേക്ക് കടക്കുകയാണ്. സ്മിത, ശരി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാകും കെ.പി.സി.സി പുനഃസംഘടന ഉണ്ടാവുക. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.